കേരള രാഷ്ട്രീയത്തിന്റെ തറവാടെന്ന് അവകാശപ്പെട്ടിരുന്ന ഇടതും വലതും ഇന്ന് പകച്ചു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ കുത്തകയാണെന്ന് അവർ അഹങ്കരിച്ചിരുന്ന ആ ചുവപ്പൻ കോട്ടകൾക്ക് ഇന്ന് എന്തുപറ്റി? കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ നിന്ന് ഉയരുന്നത് വെറും ഒരു വിജയത്തിന്റെ വാർത്തയല്ല, മറിച്ച് കേരളം മാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ ഒരു സൂചനയാണ്. അതെ, ഒ രാജഗോപാൽ എന്ന ഇതിഹാസത്തിന് ശേഷം നിയമസഭയുടെ പടവുകൾ കയറാൻ കാവിപ്പടയുടെ പുതിയ പടനായകൻ വന്നു. ബി ഗോപകുമാർ. CPIയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ കുതന്ത്രങ്ങളെ ചാത്തന്നൂരിലെ മണ്ണിൽ കുഴിച്ചു മൂടിക്കൊണ്ട് താമര വിരിഞ്ഞത് എങ്ങനെയാണ്? ഈ അത്ഭുത വിജയത്തിന്റെ രഹസ്യം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം ഇവിടെ ജയിച്ചു പോന്ന ഇടത് മുന്നണിയുടെ അവസ്ഥയാണ്. ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും കാരണം ജനങ്ങൾ ശ്വാസം മുട്ടുകയായിരുന്നു. കശുവണ്ടി തൊഴിലാളികളുടെ നാടെന്ന് വിളിക്കപ്പെടുന്ന ചാത്തന്നൂരിൽ ആ തൊഴിലാളികൾക്ക് വേണ്ടി ഇടതുപക്ഷം എന്ത് ചെയ്തു? വെറും പ്രസംഗങ്ങൾ മാത്രം. എന്നാൽ UDFന്റെ കാര്യമോ? അവർ വെറും ഒരു കാഴ്ചക്കാരായി മാറി. 3ാം സ്ഥാനത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. കോൺഗ്രസ് കേരളത്തിൽ വെറും കടലാസ പാർട്ടിയായി മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചാത്തന്നൂർ. ഈ രണ്ട് മുന്നണികളും ചേർന്ന് നടത്തിയ അഴിമതി ഭരണത്തിന് ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണിത്. ആരാണ് ഈ വിജയത്തിന് പിന്നിലെ ആ കരുത്തൻ? ബി ഗോപകുമാർ. അദ്ദേഹം വരുന്നത് എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ നിന്നല്ല, മറിച്ച് ചാത്തന്നൂരിലെ ഓരോ സാധാരണക്കാരന്റെയും കശുവണ്ടി തൊഴിലാളിയുടെയും ഇടയിൽ നിന്നാണ്. 2 തവണ തോറ്റിട്ടും അദ്ദേഹം പിന്തിരിഞ്ഞോടിയില്ല. പരാജയപ്പെട്ടപ്പോൾ മണ്ഡലം ഉപേക്ഷിച്ചു പോകുന്ന നേതാക്കന്മാർക്കിടയിൽ തോൽവിയിലും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ് ഗോപകുമാർ. കശുവണ്ടി തൊഴിലാളികളുടെ ഓരോ സമരത്തിലും ഓരോ പ്രശ്നത്തിലും ഗോപകുമാറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആത്മാർത്ഥതയുള്ള ഒരു നേതാവിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിലാണ് BJPയുടെ ഈ വിജയം അടങ്ങിയിരിക്കുന്നത്. ഇതൊരു ചെറിയ വിജയമല്ല സുഹൃത്തുക്കളെ. CPIയുടെ ഉരുക്കുകോട്ടയിൽ 4002 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നത് കേരള രാഷ്ട്രീയത്തിലെ വൻ ഭൂകമ്പമാണ്. നരേന്ദ്രമോദി ഭാരതത്തിൽ നടപ്പിലാക്കുന്ന വികസന വിപ്ലവം ചാത്തന്നൂരിലെ വോട്ടർമാരെ സ്വാധീനിച്ചു കഴിഞ്ഞു. ABVPയിലൂടെയും യുവമോർച്ചയിലൂടെയും പയറ്റി തെളിഞ്ഞ ഒരു സംഘാടകൻ എങ്ങനെയാണ് ഒരു മണ്ഡലത്തെ മാറ്റിയെടുക്കുന്നത് എന്നതിന്റെ പാഠപുസ്തകമാണ് ബി ഗോപകുമാർ. കൊല്ലം ജില്ലയിൽ ആദ്യമായി താമര വിരിഞ്ഞതോടെ കേരളത്തിലെ വരാനിരിക്കുന്ന മറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJP ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ട. ഈ വിജയത്തോടെ കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുകയാണ്. ബി ഗോപകുമാർ നിയമസഭയിൽ എത്തുമ്പോൾ അത് വെറും ഒരു MLAയുടെ സാന്നിധ്യമല്ല, മറിച്ച് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ ശബ്ദമാണ്. ചാത്തന്നൂരിലെ ഓരോ വീട്ടിലും ഇന്ന് ആഘോഷമാണ്. കാരണം അവർക്കറിയാം ഇനി തങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടെന്ന്. സുഹൃത്തുക്കളെ, ഒരു കാര്യം തിരിച്ചറിയണം. ഇത് ചാത്തന്നൂരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തരംഗമല്ല, മറിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മോദിജി പടുത്തുയർത്തിയ ആ വികസന രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ കേരളത്തിലെ അറബിക്കടലിന്റെ തീരത്തും ആനടിക്കുകയാണ്. ഇത്രയും കാലം ഇവിടെ താമര വിരിയില്ല എന്ന് പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് ബി ഗോപകുമാറിന്റെ ഈ ഉജ്ജ്വല വിജയം. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും കഥകളുണ്ടെങ്കിൽ BJPയുടെ കയ്യിൽ ജനങ്ങൾക്ക് നൽകാൻ വികസനത്തിന്റെ ട്രാക്ക് റെക്കോർഡുണ്ട്. ചാത്തന്നൂരിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് അറിയാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ തങ്ങളിലേക്ക് നേരിട്ടെത്തണമെങ്കിൽ ബി ഗോപകുമാറിനെ പോലെയുള്ള ഒരു കരുത്തനായ നേതാവ് നിയമസഭയിൽ വേണമെന്ന്. ആ തിരിച്ചറിവാണ് ഇന്ന് ഈ ചരിത്ര വിജയമായി മാറിയിരിക്കുന്നത്. മറ്റുള്ള പാർട്ടികളെ പോലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം വോട്ട് ചോദിച്ചു വരുന്നവരല്ല BJP പ്രവർത്തകർ. പ്രളയമായാലും മറ്റെന്തായാലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ സേവാഭാരതിയുടെയും അല്ലാതെയും തോളോട് തോൾ ചേർന്ന് നിന്നവരാണ് ഈ കാവിപ്പട. ആ സേവനത്തിനുള്ള പ്രതിഫലമാണ് ഈ വിജയം. കൊല്ലം ജില്ലയിൽ ഈ അത്ഭുത വിജയം ഒരു വിളംബരം തന്നെയാണ്. വരും നാളുകളിൽ കേരളം ഭരിക്കാൻ പോകുന്നത് BJP ആണ് എന്ന വിളംബരം. CPIയുടെ സിറ്റിംഗ് MLA 4002 വോട്ടുകൾക്ക് പിന്നിലാക്കി എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്കുള്ള ജനങ്ങളുടെ ഒരു മുന്നറിയിപ്പാണ്. കോൺഗ്രസ് ആകട്ടെ വട്ടപൂജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. വികസനത്തിന്റെ പുതിയ പാതയിലൂടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്ന മോദി സർക്കാരിന്റെ കരുത്താണ് ഇന്ന് കേരളം ആവശ്യപ്പെടുന്നത്. ആ കരുത്തിന്റെ പ്രതീകമായി ബി ഗോപകുമാർ നിയമസഭയിൽ ഗർജിക്കുമ്പോൾ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ വിജയമായി മാറും. ഇതൊരു ചെറിയ മാറ്റമല്ല, ഇതൊരു വിപ്ലവമാണ്. ചാത്തന്നൂരിലെ വോട്ടർമാർ കാണിച്ചു തന്ന ഈ ധീരത കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ പോവുകയാണ്.
ഭാരതത്തിന്റെ ഓരോ കോണിലും കാവിപ്പട വിജയക്കൊടി പാറിക്കുമ്പോൾ കേരളവും ആ വികസന യാത്രയിൽ പങ്കാളികളാവുകയാണ്. അതെ, BB ഗോപകുമാറിലൂടെ നിയമസഭയിൽ വിരിഞ്ഞ ഈ താമര കേരളം മുഴുവൻ പടരാൻ പോകുന്ന ഒരു മഹാവിസ്ഫോടനത്തിന്റെ തുടക്കം മാത്രമാണ്. ചാത്തന്നൂരിലെ ഈ വിജയത്തെ വെറുമൊരു സീറ്റിലെ ജയമായി ആരും കാണരുത്. ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി പൊളിച്ചെഴുതുന്ന ഒരു വൻ വിസ്ഫോടനമാണ്. ഇത്രയും കാലം BJPയെ കളിയാക്കിയവരും മാറ്റി നിർത്താമെന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ ഉപയോഗിച്ച് ഭരണം നിലനിർത്താമെന്നും കരുതിയ ഇടതും വലതും മുന്നണികൾക്ക് ചാത്തന്നൂരിലെ ജനങ്ങൾ നൽകിയ പ്രഹരം ചില്ലറയൊന്നുമല്ല. ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുമ്പോൾ, മോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കുതിക്കുമ്പോൾ, ആ കുതിപ്പിന് തടയിടാൻ നോക്കിയ കപട പുരോഗമനവാദികളുടെ മുഖംമൂടിയാണ് BB ഗോപകുമാർ എന്ന പോരാളി ചാത്തന്നൂരിൽ വലിച്ചു കീറിയത്. എതിരാളികൾ അദ്ദേഹത്തെ പരിഹസിച്ചു, തോൽവികളുടെ തോഴൻ എന്ന് വിളിച്ചു. പക്ഷേ അവർ മറന്നുപോയ ഒരു കാര്യമുണ്ട്. താമര വിരിയണമെങ്കിൽ ചെളി വേണം. ആ രാഷ്ട്രീയ ചെളിക്കുണ്ടുകളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഗോപകുമാർ ഇന്ന് നിയമസഭയിലേക്ക് വരുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP ഇന്ന് ഒരു അനിവാര്യതയാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത, ആർക്കും തടയാൻ കഴിയാത്ത ഒരു വൻ ശക്തിയായി BJP വളർന്നു കഴിഞ്ഞു. ചാത്തന്നൂർ ഒരു ട്രെയിലർ മാത്രമാണ്. ഇനി വരാനിരിക്കുന്നത് മെയിൻ ഫീച്ചറാണ്. കേരളം കാവിയണിയുന്ന വികസനത്തിന്റെ പുതിയ ആകാശം തൊടുന്ന ആ സുദിനം വിദൂരമല്ല. എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.